എല്ലാവർക്കും ഒരു ഹായ് പോയി നടക്കുന്നത് ത്രോൺ ഓഫ് സീല 4 സീരീസിന്റെ എപ്പിസോഡ് 21 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആനന്ദനെ വാങ്ങുന്ന ഹീറോയിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ അവന്റെ ആൾക്കാരും. ലോക്കിലാണല്ലോ അവൻ മോൺസ്ലാഷ് എന്ന സ്കില്ല് അത് ഉപയോഗിച്ചിട്ട് വിടുമ്പോൾ ഇതേ സ്കില്ലല്ലേ നീ അവരുടെ എതിരെ ഉപയോഗിച്ച് എന്ന് പറഞ്ഞിട്ട് സ്പീർ തിരിച്ചിട്ട് രണ്ടു കൂടി കൂട്ടിടിച്ച് അതിനെ തടഞ്ഞു. അതിനുശേഷം ഫർഡൈസിലെ സ്കില്ലുകൾ ഉപയോഗിക്കുമ്പോൾ ഞാനും കാണിക്കാം എന്ന് പറഞ്ഞ് അവളുടെ ഫർഡൈസിലെ ഒരു സ്കില്ല് അത് ഉപയോഗിക്കണം. ത്രോൺസ് എന്നാണ് അതിന്റെ പേര്. അത് തടയാനായിട്ട് അവിടെ തോന്നുന്നു. അവന്റെ ബീസ്റ്റിന്റെ എടുത്താലും ഇന്ന് കരുതുമ്പോൾ പെട്ടെന്ന് വന്ന് അവന്റെ ചെസ്റ്റിൽ ഒരു തീ ഇറക്കി സോഡ്. അവനെ റിയാക്ട് പോലെ ചെയ്യാൻ കഴിഞ്ഞില്ല. അവളോട് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിന്റെ ദേശത്തിന്റെ കാരണക്കാരാണ് ഹാവച്ചന് അവന്റെ കാര്യം പറയുന്നു. അതൊരു മാച്ചിലെ കാര്യമാണ്. അവനോട് ഉണ്ടായിരിക്കാനായിട്ട് പറഞ്ഞിട്ട് നീ അവനെ കൊല്ലാനായിട്ട് പോയി പിന്നെ കുത്തിയിട്ട് ഇനി നീ ഇത് ആവർത്തിക്കരുത് എന്ന് പറയുകയും അവൻ താഴേക്ക് വീഴുവാണ്. ആ പൂളിലെ ബ്ലഡ് അങ്ങനെ തുടങ്ങി അവള് അവിടെ നിന്ന് പോയി. അതിനുശേഷം ഹാവച്ച ഹീറോയിന് സ്വപ്നം കൊണ്ട് ഞെട്ടുകൊണ്ടിരുന്ന് അവളെ വിളിക്കുമ്പോൾ അത് കേട്ടോ ഇല്ലയോ ഓടുവാണ്. അവനും അവളെ എന്ന് കാണും എന്ന് പറഞ്ഞത് അവളും വെയിറ്റ് ചെയ്യുകയായിരിക്കും എന്ന് കരുതി പോകുന്നു. അവളങ്ങോട്ട് വരുന്നുണ്ട്. രണ്ടുപേരും ഡോറിനപ്പുറം ഇപ്പുറമായിട്ട്. എന്നാൽ രണ്ടുപേരും 2 റൂമായിരുന്നു എന്നതാണ്. അതിനുശേഷം വാങ് അവനെ രസിച്ചതുപോലെയോ വോയിസ്. ഒരുപാട് ബ്ലഡ് പോയി ഹാർട്ടിന്റെ അടുത്തായിട്ടാണ് സോഡ് വന്നത്. അതുകൊണ്ട് തന്നെ ജീവൻ പോയില്ല. ആരെന്ന് അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അത് അസാസിൻ ടെമ്പിളിലെ ആൾക്കാരാണ് എന്നത് കണ്ടെത്തി. എന്നാൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഹാൻക്വാൻ അവിടെ നിന്ന് പോയി. ഈ ഹാൻക്വാൻ എന്ന കറക്റ്റ് പേര് എങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് അസാസിൻ ടെമ്പിളിൽ ഹീറോയിനെ പിടിക്കാനായിട്ട് നൈറ്റ് ടെമ്പിൾ ഗാർഡ്സ് എത്തി. എന്നാൽ അവരെ തടഞ്ഞു നിൽക്കാണ് അസാസിൻ ആൾക്കാർ. അവരോട് പറയുന്നുണ്ട് മര്യാദയ്ക്കാണെങ്കിൽ ഓക്കെ, കൊലയാളിയെ വിട്ടതാ. എന്നാൽ അതൊന്നും അറിയാത്തതുപോലെയാണ് അവരുടെ സംസാരം. ഇൻസോഫെങ്ങിന്റെ അടുത്ത് ഷിയോയി വരുമ്പോൾ നൈറ്റ് ടെമ്പിളിലെ പാലഡീനെ അകത്തേക്ക് വരാനായിട്ട് പറയുന്നു. അതായത് ഹാൻക്വാനോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. എന്തൊരു വലിയ പ്രശ്നമാണ് എന്നത് മനസ്സിലാക്കാം. ഈ സമയത്ത് പറഞ്ഞ അവസാന ഫൈറ്റിലേക്ക് എത്തിയതുപോലെ അവർ പറയുകയാണ് വാറണ്ടില്ല, പ്രൂഫില്ല. എന്നാൽ കണ്ട ആൾക്കാരുണ്ടല്ലോ ഫൈറ്റ് ചെയ്യാനായിട്ട് പറയുന്നു. എല്ലാവരും ഓടി വരുമ്പോൾ അതിലെ മെയിൻ കമാൻഡറിനെ ടാർഗറ്റ് ചെയ്യാണ് അസാസിൻ. എന്നാൽ പെട്ടെന്നാണ് നിർത്തിക്കോ എന്ന് പറഞ്ഞ് ലൈറ്റ് പവർ അവർ വന്ന് തട്ടുന്നേ. അപ്പൊ തന്നെ മാറി നോക്കുമ്പോൾ ടെറിഫിക്കായിട്ട് വന്ന് നിൽക്കുകയാണ് ഹാൻക്വാൻ. എന്ത് ധൈര്യമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അതിലെ മെയിൻ ഷൗയിയും വന്നിട്ട് മാസ്റ്റർ ഇൻസൈഫിങ് നിങ്ങളെ വെൽക്കം ചെയ്യുന്നുണ്ട്. സ്പോട്ടിൽ അവിടെ എത്തി അകത്തേക്കും പോയി. ഹാൻക്വാന്റെ പവറിൽ സ്റ്റണ്ണായി പോയതോടെ അതിനുശേഷം അകത്തേക്ക് പോകുന്നു. അവിടെ ഇരിക്കുന്ന ഇൻസൈഫിങ്ങിനോട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, നിനക്ക് അലയൻസിന്റെ റൂൾസ് അറിയാമല്ലോ, ആ അസാസിനെ എനിക്ക് തന്ന ഈ പ്രശ്നം ഇവിടെ തീരും എന്ന ഇൻസൈഫിങ് നിരസിച്ചു. അത് കേട്ട് ദേഷ്യം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ പീസ്ഫുൾ അല്ല. നമ്മൾ തമ്മിലുള്ള റിലേഷൻ അത് മുന്നോട്ട് പോകണമെങ്കിൽ ആ പറയുന്നത് ചെയ്യണം എന്ന് നമ്മളെല്ലാവരും ഡീമൺസിനെ ഇല്ലാതാക്കാനുള്ള ഓട്ടത്തിലാണ്. അതും ജീവൻ പണയിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ കാണിക്കുന്നത് കൊണ്ടോ എന്നൊക്കെ ഒരുപാട് ഓവറായിട്ട് പറയുന്നു. ഓവറായിട്ടല്ല പറയുന്നു എങ്കിൽ കിങ്സൈഫങ്ങ് ഒന്നും തന്നെ പറയുന്നില്ല. അവസാനം ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനോടൊപ്പം പറയുന്നുണ്ട് നീ എങ്ങനെയും കണ്ടെത്തും അപ്പോൾ ഒരു ദയം കാണിയില്ല. പെട്ടെന്ന് തന്നെ കിങ്സൈഫങ് ഹാൻക്വാനോട് നീ എന്താണ് എല്ലാം മനസ്സിലാക്കാത്തത്, അതുകൊണ്ട് തന്നെയല്ലേ നിന്റെ ഗ്രാൻഡ് സൺ പോലും ഇപ്പോൾ ഈ സ്ഥിതി വന്നത്, നീ പുറത്താക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നു. ഞാൻ പറയാം, എന്നാൽ ഇത് മറ്റാരും അറിയാൻ പാടില്ല. ഹാൻക്വാൻ പ്രോമിസ് ചെയ്യുന്നുണ്ട് ഈ പറയുന്നതൊന്നും മറ്റാരും അറിയില്ല. അങ്ങനെയല്ല ആയാ എന്റെ ബോഡി സോൾ ഇല്ലാതെ പോട്ടെ, ഇവിടുത്തെ സത്യം പറയുമല്ലോ അത് തന്നെ. അപ്പോഴാണ് പറയാൻ തുടങ്ങിയത് നമ്മുടെ അസാസിൻ ടെമ്പിളിൽ 3000 വർഷങ്ങൾക്ക് മുൻപ് 91 ഇന്നർ സോൾ പവർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്പിരിച്വൽ എനർജിയുള്ള ഒരാൾ നമ്മൾ വിളിച്ചിരുന്നത് റെയിൻകാർനേറ്റഡ് ചൈൽഡ് എന്നായിരുന്നു. റെയിൻകാർനേറ്റഡോ അങ്ങനെ എന്തോ പറയുമല്ലോ, ആ ചൈൽഡ് എന്നായിരുന്നു. ആ ചൈൽഡ് ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് സ്ട്രെങ്ത് ഉള്ളതായിരുന്നു. ഒരാളൊരു സോഡ് എന്നായിരുന്നു അവരുടെ രീതി. മുൻപത്തെ ഡീമൺ ഗോഡ് എംപററിനെ കൊല്ലുന്ന ഫേസ് ടു ഫേസ് വരെ എത്തിയെന്ന കഴിഞ്ഞില്ല എങ്കിലും അത്രത്തോളം ഇഞ്ചുറി എത്തിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഇന്നേ വരെ ആരും തന്നെ വന്നില്ല. 3000 വർഷങ്ങൾക്ക് ശേഷം അതേപോലെ ഒരു കുട്ടി ജനിച്ചു. അവളുടെ ഇന്നർ സോൾ പവർ 100 അതായത് ഹാവച്ചിന് 97 ഉണ്ടായിരുന്നത്, അത് ഹീറോയിന് 100. അത് കേട്ട് ഷോക്കായി പോയി. 100 ആരും തന്നെ വന്നിട്ടില്ലായിരുന്നു. മുൻപത്തേക്കാൾ 91 കൂടുതലായ പുതിയ റെയിൻകാർനേറ്റഡ് ലേഡി പുനർജനിച്ചു. ഈ ഇരുട്ടിൽ കഴിയുന്ന ഹ്യൂമാനിറ്റിയെ വെളിച്ചം കൊണ്ടുവരാൻ അവൾക്ക് കഴിയും. അവൾ ഇപ്പോൾ അതിന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഹാൻക്വാന്റെ പാസ്റ്റിൽ നടന്നത് അതിനെല്ലാം തിരിച്ചടി നൽകാനുള്ള ടൈം അധികമാ ദൂരെയല്ല. ഉറപ്പായിട്ട് ഇതിന് അവസാനം ഉണ്ടാകുമോ? ഡീമൺ ഗോഡ് എംപററിനെ കൊല്ലാൻ കഴിയുമോ? അതെന്ന് പറയാണ്. എങ്കിൽ അവൾ എന്തുകൊണ്ട് നിങ്ങൾ മര്യാദ ഒടുവിച്ചില്ല? ഇങ്ങനെയാണ് ഹ്യൂമാനിറ്റിയെ സംരക്ഷിക്കുന്നത് എന്ന് വാങ്ങിൻ്റെ ആ പ്രശ്നം, ആ സിറ്റുവേഷൻ അത് ചോദിക്കുമ്പോൾ നിനക്ക് മനസ്സിലായിട്ടില്ല. ആൾക്ക് വേണ്ടി അവളുടെ ജീവൻ തന്നെ കൊടുക്കും അതിനെന്തായാലും. അത് കേട്ട് പിന്നെ എന്ത് എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാകാതെ ചോദിക്കുമ്പോൾ 6000 വർഷമായിട്ട് ഡാർക്കിൽ കഴിക്കുകയാണ് മാൻകൈൻഡ്.
അവൾ ജനിച്ചപ്പോൾ തന്നെ സ്ട്രോങ് ആണ്, എങ്കിലും അവളുടെ റെസ്പോൺസിബിലിറ്റി എന്തുകൊണ്ട് കാണിച്ചില്ല. അവളാണ് പറയുന്നത്, നീ പറ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഇതേ ചിന്താഗതി എനിക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഒരാളുടെ വിധി അയാൾ ജനിക്കുന്നതിന് മുതൽ ഉണ്ടാകുമെങ്കിലും എന്നാൽ അത് ഏറ്റവും ക്രൂവലായ രീതിയിലാകുമെങ്കിലും റീഇൻകാർണേറ്റഡ് സെയിൻറ്റ് ടെസ്റ്റ് അവളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്യേണ്ടി വന്നു. അതിനവൾക്ക് കൊടുക്കേണ്ടി വന്നത് അവളുടെ 6 സെൻസാണ്. അവളുടെ ഹാർട്ടിൽ ഒന്നുമില്ലാതായി പോയി. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് ഹാവച്ചനെ ഒരു സിറ്റുവേഷനിൽ മീറ്റ് ചെയ്തത്. ഒരു സാധാരണ പയ്യൻ. അവൻ കാരണം അവളുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ അവൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വന്നു. കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ അവന് വേണ്ടി മാത്രമായിട്ട് അവൾ മാറി, ഓരോന്ന് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ തെറ്റ് കാണിച്ച് ഈ അവസ്ഥ ഞാൻ ഗിൽട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം കേട്ട ഹാന്യുവിനെ ഒന്ന് ഓർത്തു. അവന് പണം കൊടുത്തത് എൻ്റെ മുൻപിൽ ഇനി പോകാൻ, എൻ്റെ മുൻപിൽ നിന്ന് പോകാൻ, അല്ലെങ്കിൽ ഹാവച്ചൻ്റെ ഗാർഡനേറ്റ് ആകാൻ. അവൻ അതിനെ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് പറ, എന്നെ ഒരു നിമിഷമെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? അതോർത്തിട്ട് ശരി, ഇന്നും നടന്നത് എന്നെ സ്റ്റോപ്പ് ചെയ്യാം, എന്നാൽ ഇതുപോലെ ഇനി കാണിക്കാതെ നോക്കണം, ഇല്ലെങ്കിൽ ആരും വിചാരിച്ചാലും നന്നാക്കാൻ കഴിയില്ല. വെളിയിൽ വന്നിട്ട് പോകാം, ഇത് സോൾവായി, ഇനി ഇതിൽ ആരും പ്രശ്നം ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഹീറോയിനോട് വന്നിട്ട് ഹാവച്ചൻ അവൻ്റെ സിസ്റ്റർ മാസ്റ്ററും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് കേട്ട് അവളെ പെട്ടെന്ന് പോയി. അവന് വീട്ടിലിരിക്കാതെ എങ്ങോട്ടോ പോവുകയാണ്. ഹീറോയിനോട് എന്നോട് ക്ഷമിക്ക്, വൈകി പോയതില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അവളെ തേടിയാണ് പോകുന്നത് മനസ്സിലാകാം. അതുപോലെ ഹാവച്ചനെ തേടി എങ്ങോട്ടെന്നറിയാതെ അവളും പോകുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് അവൻ അവളെ കാണുന്നത് പോലെ അങ്ങനെ വന്ന് പിടിക്കാൻ നോക്കുന്നത് വെറും തോന്നലായിരുന്നു. അവനവിടെ വീട്. പെട്ടെന്നാണ് ഫയർഫ്ലൈ ഇത് നിന്റെ വീട്ടിലെത്തിയും എന്ന് പറഞ്ഞത് ഓർത്തിട്ട് അവൾ കണ്ടുമുട്ടി അങ്ങോട്ട് പോകുന്നു. പയ്യെ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. അവൾക്ക് അതോടൊപ്പം കണ്ടു മനസ്സിലാക്കി പോകുന്നുണ്ട്. അങ്ങനെ എവിടെയൊക്കെ എത്തി. അതിനെ പിടിക്കാനായിട്ട് നോക്കി താഴെ വീണു. അങ്ങനെയാണ് അവളുടെ രൂപം കാണുന്നത്. പെട്ടെന്ന് മാറിയിട്ട് യഥാർത്ഥത്തിൽ ഹീറോയിൻ വരുന്നുണ്ട്. നേരെ താഴേക്ക് പോകുമ്പോൾ വന്ന് കൈകളിൽ പിടിച്ച് അവളുടെ മാസ്ക് പോയി അങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. ഇത് എവിടെയാണ് എന്നതാണ് ഇമ്പോർട്ടൻറ്റ്, എയറിൽ. അങ്ങനെ അവർ പിന്നെ മീറ്റ് ചെയ്തു. രണ്ടുപേർക്കും ഉള്ളിൽ അറിയാം പരസ്പരം ഇഷ്ടമാണെന്ന്, എന്നാൽ പറഞ്ഞിട്ടില്ല. അതിനുശേഷം യിങ്സോയിഫിങ്ങിൻ്റെ അടുത്ത് ഷിയോയി വന്നിട്ട് ഇന്ന് നടന്നത് അത് സോൾവ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ 2 ടെമ്പിളിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണുള്ളതെന്ന് അറിയാമല്ലോ. വാങ്ങിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്നും മറികടന്നു, എങ്കിലും നല്ല ഇഞ്ചുറി ഇപ്പോഴും ഉണ്ട്. അവരുടെ ഭാഗത്ത് തെറ്റായതുകൊണ്ട് തന്നെ ഹീലൻ ടെമ്പിളിൽ നിന്ന് ആൾക്കാരെ വരുത്തി ഹീൽ ചെയ്യാനായിട്ട് പറയുന്നു. അതിനിപ്പോൾ എന്ത് കോസ്റ്റ് ആയാലും നമ്മൾ തന്നെ കൊടുക്കണം. അടുത്ത മാച്ച് ഇത് കാരണം അവന് മിസ്സാകരുത് എന്നോട് പറയുന്നു. അതുപോലെ അവരുടെ ഹോളി ലേഡി ആയ ഹീറോയിനെ പറ്റിയും ലോഹാബച്ചനെ പറ്റിയും നിനക്ക് എന്തൊക്കെ അറിയാം? നീയാണല്ലോ ചെറുപ്പം മുതലേ അവളുടെ കൂടെ ഉള്ളത്. അങ്ങനെ ചോദിക്കുമ്പോൾ ലോഹാബച്ചന് അവൻ ചെറുപ്പത്തിൽ അസാസിൻ ടെമ്പിളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ടൈം ഒരുപാട് ഡീമൺസ് ഹീറോയിനെ കൊല്ലാൻ നോക്കിയതും ആ ടൈം അവനേക്കാൾ സ്ട്രോങ് ആണ് എന്നറിഞ്ഞിട്ട് എതിർത്തു. അവൻ്റെ ജീവൻ വരെ റിസ്കിലാക്കി പ്രൊട്ടക്റ്റ് ചെയ്തു. എന്നാൽ ഇപ്പോൾ അവനറിയില്ല അതൊരു ജസ്റ്റ് ബ്ലൈൻഡ് ഗേൾ മാത്രമാണെന്നാണ് വിചാരം. എന്നാൽ ആ കണ്ടതിൽ വെച്ച് സിൻസിയറായിട്ടാണ് അവൻ ഹീറോയിനെ നോക്കുന്നേ. ഒരു ഇമോഷൻ ഇല്ലാതിരുന്ന ഒരു ടൈമിൽ അവനാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. യിങ്സോയിഫിങ് കണ്ടിട്ട് അവളുടെ ഇരട്ടിലായ ജീവിതത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവന് കൊണ്ടുവരാൻ കഴിയും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവളുടെ ഉള്ളിലെ ദേഷ്യ പ്രതികാരം അത് വരികയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും. വാങ്ങിൻ്റെ കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവനൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.